ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കിയാലോ. സംഭവം നല്ല അടിപൊളി നൂഡിൽസ് തന്നെ കേട്ടാ. എന്നാൽ പിന്നെ വേഗം ഉണ്ടാക്കി തുടങ്ങാം. നല്ലോണം വെള്ളം തിളച്ച് വരുന്നേരം അതിലേക്ക് നമ്മൾ നൂഡിൽസില്ലേ, ഇങ്ങനത്തെ നൂഡിൽസ് തന്നെ വാങ്ങിക്കേട്ടാ. നൂഡിൽസ് ഇട്ട് നല്ലോണം ഒന്ന് വേപ്പിച്ചെടുക്കണം. അധികം വേറെ വേവാകുന്നേരം തന്നെ നമ്മൾ അത് ഊറ്റാൻ വെക്കണം കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, നിങ്ങൾ മറന്നോണ്ട. പിന്നെ നമുക്ക് വേണ്ടിയത് ചിക്കനാ. ഒരു 200 ഗ്രാം നമ്മളെ എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ. പിന്നെ ഒരു ചെറിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ചിക്കൻ നല്ല പോലെ കുഴച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നല്ലപോലെ പൊരിച്ചിങ്ങെടുക്കണം. അല്ല ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ ഞാൻ പറയണം, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണേ. അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ റെഡിയാവും. നല്ല നൂഡിൽസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നൂഡിൽസ് കിട്ടും കേട്ടാ. അപ്പം ചിക്കനെല്ലാം നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെ മൊരിഞ്ഞ് വന്ന ചിക്കൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. പിന്നെ നമുക്കത് വേണ്ടിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മളെ മുട്ട. നമ്മളിപ്പോൾ 1 കിലോൻ്റെ ഇത് എടുത്ത് കേട്ടാ നൂഡിൽസ്. അതുകൊണ്ട് തന്നെ 6 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ 500 ആണെങ്കിൽ നിങ്ങൾ 3-4 മുട്ട വരെ ചേർക്കാം കേട്ടാ. അങ്ങനെയാണെങ്കിൽ 6 മുട്ട കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലില്ല, അതിൽ കുറച്ച് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് പാർന്ന് നമ്മൾ ഇളക്കി അതിനെന്താ പറയുക, ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇടാം. ബട്ടർ നല്ലോണം മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതൊരു 2 സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. പച്ചമണെല്ലാം മാറണേ. പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നല്ലേ, നമ്മളെ 3 ഉള്ളി നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുമിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഈ ഉള്ളി നല്ല പോലെ വാട്ടിയെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണേ. പിന്നെ 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതോ, പിന്നെ നമ്മളടുത്ത് കേബേജ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ കസ്സായിട്ട് കേട്ടാ. കേബേജിനെക്കാട്ടും കസ്സിനെക്കാട്ടും നല്ലത് കേബേജാട്ടാ. അപ്പോൾ കസ്സ് ഇട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ എന്ത് പണിയെടുക്കുക, നമ്മൾ 3 സ്പൂൺ സോയാ സോസും പിന്നെ ഒരു 1/4 കപ്പ് നമ്മളെ ചില്ലി സോസില്ലേ, ചില്ലി സോസ്, അതാ നമ്മളെ ചില്ലി സോസും പറഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടേട്ടാ. എന്നിട്ട് പിന്നെ നമ്മളെ വേപ്പിച്ച് വെച്ച നൂഡിൽസില്ലേ. പിന്നെ ഒരു കാര്യം മറന്നു വയ്ക്കേ, ഈ നൂഡിൽസ് നമ്മൾ അരിപ്പയിലിട്ട് ഊറ്റുന്നേരം ഒന്ന് നമ്മൾ നല്ല പച്ചവെള്ളം പാർന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കണേ, തണിച്ചെടുക്കണം കേട്ടോ. എന്തിനാന്നല്ലേ, എന്നാലേ നമ്മൾ നൂഡിൽസ് നല്ല നൂല് പോലെ കിട്ടുള്ളൂ. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും നമ്മൾ ചിക്കി വെച്ച മുട്ടയും ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങെടുത്താൽ നമ്മൾ അടിപൊളി നൂഡിൽസ് ഇവിടെ സെറ്റായി വരും.